തലയോലപ്പുറം ഇടവകയിലെ ആഘോഷമായ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിലേക്കും സ്ഥൈര്യലേപനത്തിലേക്കും ഏവർക്കും കൃത്യമായ സ്വാഗതം. കർമ്മങ്ങളുടെ ആരംഭത്തിൽ കുട്ടികളും മാതാപിതാക്കളും കാഴ്ച വസ്തുക്കളുമായി പ്രദക്ഷിണമായ അൾത്താരയിലേക്ക് വരുന്നു. അതിനുശേഷം മാതാപിതാക്കളുടെ പ്രതിനിധികളും കുട്ടികളുടെ പ്രതിനിധികളും കാർമ്മികരും ചേർന്ന് നിലവിളക്ക് തെളിയിക്കുന്നു. പിന്നീട് മാമോദീസ വ്രത നവീകരണവും അതിനുശേഷം മാതാപിതാക്കളുടെ സമർപ്പണവുമാണ്. തുടർന്ന് വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. സുവിശേഷ വായനയ്ക്കും വചന സന്ദേശത്തിനും ശേഷം സൈർലേപനം എന്ന കൂദാശ നൽകപ്പെടുന്നു. വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ ഉപകാര സ്മരണ പ്രാർത്ഥനയും മാതാവിന് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. നമുക്കെല്ലാവർക്കും ഏറെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം. കുഞ്ഞുങ്ങളാ ഞങ്ങൾ ആശീസുകൾ ആശീസുകൾ പൈതങ്ങളിലേക്ക് പ്രീതനാരോ ഉണ്ണീശോ എന്നിൽ വന്നിടണേ. ഉണ്ണീശോ എന്നിൽ വന്നിടണേ. എന്നോടൊത്തു വാസം ചെയ്തിടണേ. എന്നെ നിൻ സ്വന്തമായി തീർത്തിടണേ. ആശീസുകൾ സ്നേഹവും ത്യാഗവും ശീലിച്ചിടാം. സേവനം ചെയ്തങ്ങേ പ്രീതനാക്കാം. ദിവ്യപ്രസാദത്തിൽ ഞാൻ സദാവേ ആശിസ്സോടെ കുതിക്കുന്ന കരുണാദ്രം സ്നേഹമേ. തിരുവോസ്തിരൂപന എന്നിൽ വാഴ കുതിക്കുന്ന കരുണാദ്രം സ്നേഹമേ. പാപത്തിൻ കരകളിൽ നിന്നുവെന്നേ ചോരയാൽ കഴുകിയല്ലോ. പാപത്തിൻ കരകളിൽ നിന്നുവെന്നേ ചങ്കിലെ ചോരയാൽ കഴുകിയല്ലോ.
കാത്തി അളവറ്റ നിന്റെ കരുണയാലേ ജീവന്റെ അപ്പമായി എന്നുള്ളിൽ അലിഞ്ഞെന്നെ ചലിക്കുന്ന സക്രാരിയായി മാറ്റുമല്ലോ. ജീവന്റെ അപ്പമായി എന്നുള്ളിൽ അലിഞ്ഞെന്നെ ചലിക്കുന്ന സക്രാരിയായി മാറ്റുമല്ലോ. വത്സല മക്കളെ, നിങ്ങൾ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശികളായതും. അന്ന് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുൻപ് ഈ വിശ്വാസ സത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ ഭോജനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനം സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായി വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ടെന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇതാ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ ഒപ്പം നിങ്ങൾ ഭക്ഷിക്കുവിൻ. ഈശോ എന്നും നിങ്ങളിൽ ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കുവിൻ. ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവർത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചുമതലാബോധം ഇവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും
അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. അവയുടെ ദൈവത്തെ അതിനെ വലിയ പങ്കെടുക്കാം. ഇടവകയുടെ ഏറ്റവും വലിയ പരിപാടികളൊന്നാണ് ആദ്യ കുർബാന സ്വീകരണ ദിവസം എന്ന് പറയുന്നത്. 44ഓളം കുഞ്ഞുങ്ങളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. പക്ഷേ 24 കുട്ടികളാണ് ഇപ്പോൾ ആദ്യ കുർബാന സ്വീകരിക്കുന്നത്. ബാക്കിയുള്ള കുട്ടികൾ വരും ദിവസങ്ങളിൽ വേറെ വേറെ അവരവരുടെ സൗകര്യം അനുസരിച്ച് അവർ ആദ്യ കുർബാന സ്വീകരണത്തിൽ ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും പ്രിയപ്പെട്ടവരെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഉദാശയാണ് കുഞ്ഞുങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ദിവസമാണ് ഇന്ന് എന്നതിൽ സംശയമില്ല. മുതിർന്നവരായ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ദിവസം ആദ്യ കുർബാന സ്വീകരണ ദിവസമായിരുന്നു എന്ന് പറയുന്നത് പോലെ ഈ കുഞ്ഞുങ്ങളെ വലിയ ദിവസമാണ് ഇത്. ഇന്ന് വളരെ അലങ്കൃതമായി ഇവരുടെ അണിനിരന്നിരിക്കുന്നു. കഥാവിശംസനായി പ്രപഞ്ച സൃഷ്ടാവിനെ, ഈ സൗരയൂഥങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവനെ സ്വീകരിക്കാൻ പോകുന്നു എന്നതിൻ്റെ വലിയ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അലങ്കൃതമായ വേഷഭൂഷാദികളോടുകൂടി കുഞ്ഞുങ്ങളിവിടെ ആയിരിക്കുന്നതും മാതാപിതാക്കൾ ഒരുങ്ങിയൊക്കെ എത്തിയിരിക്കുന്നതും. ആ ഗൗരവം മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ വളർത്താനും കുഞ്ഞുങ്ങൾ ജീവിക്കാൻ ഇടവരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളോടൊത്തായിരിക്കുന്നത് ബഹുമാനപ്പെട്ട പെന്നിച്ചൻ കൊച്ചുപരിക്കൽ അച്ഛൻ്റെ പൗരോഹിത്വത്തിൻ്റെ രജത ജൂബിലി ആഘോഷവേളയും കൂടിയാണ്. ഇവിടെ വരാനും നമ്മളോടൊത്തായിരിക്കാനും അവസരം നമുക്ക് കിട്ടി. അച്ഛന് നിങ്ങളെല്ലാവരുടെയും പേരിൽ ജൂബിലിയുടെ മംഗളങ്ങൾ നേരുകയും സ്വാഗതം ചെയ്യുകയും അച്ഛന് എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് മുണ്ടനാനിക്കൽ അച്ഛനുണ്ട്. അച്ഛനും നമ്മളോടൊത്തായിരിക്കാനും നമ്മളോടൊത്ത് പ്രാർത്ഥിക്കാനും അച്ഛൻ്റെ ബന്ധു കുട്ടിയുടെ ആദ്യ കുർബാന സ്വീകരണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ രണ്ടുപേരും എത്താൻ ഇടവന്നത്. ജോസഫ് മുണ്ടനാനിക്കൽ അച്ഛനെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത് രണ്ടുപേരും സന്യാസ സഭാംഗങ്ങളാണ്. SVD സഭയിൽപ്പെട്ട അംഗങ്ങളാണ് ഇവര് ഇംഫാൽ മണിപ്പൂർ പ്രദേശത്താണ്, ഒറീസയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഇവർക്കെല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുക ആശംസിക്കുകയും ചെയ്തുകൊണ്ട് രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒത്തൊരുമിച്ച് ഏറ്റവും ഭക്തിയോടെ ബലിയിലേക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒരു പീഠ
സർവേശ്വരം സ്തുതിക്കണം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പം നീയാകുന്നു. നിന്റെ ശരീരരക്തങ്ങൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നവരെ ഓർന്ന് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ബഹുമതപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ ശരീരരക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നതിന് അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഇവരുടെ രഹസ്യങ്ങൾ യോഗ്യതാപൂർവ്വം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശുദ്ധരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥാ എന്നേക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രദക്ഷിണാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സർവ്വസൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അഖിലാന്റെയും സൃഷ്ടാവാകുന്നു, സ്ഥലത്തിന്റെയും നാഥ എന്നേക്കും.
നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം അധ്യായം 47 മുതലുള്ള വാക്യങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവർ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവരെങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചുവെങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനിത് പറഞ്ഞത്. നമ്മുടെ പിതാവായ മിശിഹായ്ക്ക് സ്തുതി. എല്ലാവരെയും പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന കുട്ടികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മനുഷ്യൻ്റെ ഓർമ്മ എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു സംഭവമാണ്. നമ്മുടെ ഓർമ്മശക്തിയെ പരീക്ഷിക്കുന്ന പല അവസരങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതിലൊന്നാണ് നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു പോകും, തയ്യാറെടുത്ത് പോകും. പക്ഷെ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ വേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഓർമ്മയിൽ വരികയില്ല, വേണ്ടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഓർമ്മയിൽ വരും. ഞാൻ എൻ്റെ പരീക്ഷകളെ പറ്റി ഓർക്കുമ്പോൾ പലപ്പോഴും ഞാൻ വളരെ തയ്യാറെടുത്ത് പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷയ്ക്ക് എനിക്ക് കൂടുതൽ മാർക്കുകൾ കിട്ടിയിട്ടില്ല. കാരണം തയ്യാറെടുപ്പ് കൂടുതലുള്ളതുകൊണ്ട് മനസ്സിലുള്ള ആ സമ്മർദ്ദം മൂലം ഓർമ്മ അങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ തയ്യാറെടുപ്പ് കൂടുതൽ ചെയ്യാതെ മനസ്സിലൊരു ലാളിത്യമായ ഒരു ചിന്തയോടുകൂടി പോയാൽ പലതും ഓർക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓർമ്മ എന്നുള്ളത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരു വസ്തുതയാണ്. നമ്മൾ ഓർമ്മിക്കാൻ പാടില്ലാത്തത് മനസ്സ് നമ്മളെ ഓർമ്മിപ്പിക്കും. നമുക്കത് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പല സമയത്തും ഓർമ്മയിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. എന്നാൽ നമ്മൾ ഓർക്കണം എന്ന് ചിന്തിച്ചു വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മറന്നു. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ജീവിതചര്യയിൽ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഉപാധികളും കണ്ടുപിടിച്ചിട്ടുണ്ട്. മുമ്പൊക്കെ ചില കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ ഒരു കെട്ട് കെട്ടിയിരുന്നു. ആ കെട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമോ അത് ചെയ്യേണ്ട കാര്യമായിരുന്നു. ചിലപ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ മഷി കൊണ്ട് എഴുതി എന്തെങ്കിലും കാര്യങ്ങൾ
ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒക്കെ ഇന്നത് ചെയ്യേണ്ടതാണല്ലോ. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയില്ല. അതുപോലെ നമ്മളെ അടുത്ത് സ്നേഹിച്ച, നമ്മളുമായിട്ട് വളരെ അടുത്ത് ഇടപാട് നടത്തിയ ആളുകളെ അവര് വിരമിച്ചു പോകുമ്പോഴോ മറ്റെവിടെയെങ്കിലും പുറപ്പെട്ടു പോകുമ്പോഴോ അവര് മരിച്ചു പോകുമ്പോഴോ അവരുടെ ഓർമ്മ സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ പല രീതിയിൽ ശ്രമിക്കാറുണ്ട്. ഈജിപ്തിലെ മമ്മീസിനെ പറ്റി നമുക്കറിയാം. ആ ഫറോയുടെ ആ കുടുംബാംഗങ്ങളുടെയും ഓർമ്മ കാലകാലങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മമ്മീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പുരാതന കാലത്തിൽ നമ്മളെ പ്രിയപ്പെട്ടവർ നിര്യാതരായി പോകുമ്പോൾ അവരുടെ ഫോട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വയ്ക്കും. അത് കാലാകാലങ്ങളിൽ അങ്ങനെ നിൽക്കും. ഇപ്പോൾ ഫോട്ടോ കൊണ്ടുള്ള ആ ഓർമ്മയുടെ കാലാവധി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മുമ്പൊക്കെ ഫോട്ടോ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി എടുത്തത് പ്രിന്റ് ചെയ്ത് വെക്കുമ്പോൾ കുറേ നാൾ ഓർമ്മയിരിക്കും. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോകളുടെ സംഖ്യ കൂടി. പക്ഷെ ഫോട്ടോകൾ നമ്മൾ സൂക്ഷിക്കുന്ന കാലാവധി ചിലപ്പോൾ ദിവസങ്ങളാകാം, ചിലപ്പോൾ നിമിഷങ്ങളാകാം. പക്ഷെ ഓർമ്മയ്ക്കായിട്ട് ആ ഫോട്ടോകൾ വെക്കണമെങ്കിൽ നമ്മൾ കരുതി കൂട്ടി അതിനെന്തെങ്കിലും ചെയ്തു വെച്ചാൽ അത് ഓർമ്മയ്ക്കായിട്ടിരിക്കുകയും. രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കൾക്കുള്ള ഓർമ്മ അത് നിലനിർത്താനായിട്ട് സമാധികളുണ്ടാകും. കേരളത്തിലെ പല കവലകളിലും നമുക്ക് കാണാൻ രക്തസാക്ഷി മണ്ഡപങ്ങൾ അവരുടെ ഓർമ്മ നിലനിർത്താനായിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഓർമ്മയെ സൂക്ഷിച്ച് കാക്കുവാനായിട്ട് മനുഷ്യ സമൂഹത്തിൽ, മനുഷ്യരുടെ ഇടയിൽ പല ഉപാധികളുണ്ട്. ഈശോയുടെ സജീവമായ ഓർമ്മ അത് നമ്മുടെ ജീവിതത്തിൽ പകർന്നുകൊണ്ട് മുന്നേറുവാൻ നമുക്കുള്ള ഏറ്റവും ഉത്തമമായ ഉപാധിയാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തെ സ്ഥിരീകരിക്കപ്പെട്ട മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ നീഴും നല്ലി വരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീഴും നല്ലി വരണമേ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർക്കളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർക്കളിക്കും പ്രകാശമേ. അന്ധകാരം വീരിക്കുമാറ്റി ചന്തമേറുന്ന ദീപമേ. സ്ത്രീകന്മാരെ പരിശുദ്ധാത്മാവിനെ അവരെ തൃപ്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തകാലത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ത്രീകന്മാരുടെ വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് ഈ ദൈവദാനം അങ്ങയുടെ ദാസന് നൽകുന്നതിന്
ഈ ദാസർക്ക് നൽകുന്നതിനിടയിലായ യോഗ്യനാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. കൈവെപ്പ് പ്രാർത്ഥനയാണ്. കുട്ടികളെല്ലാവരും കലർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വമായിരിക്കും. ബാബോദീസായിലൂടെ പുതുജന്മം മിശിഹായുടെ മൗലിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശം ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ ഉദ്ധരിതരാക്കണമേ. ആബാപിതാവേ എന്ന് നീ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ഈ ദാസർക്ക് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളികളും സഭയുടെ വിശ്വസ്തദാസനമായി ജീവിക്കുവാൻ ഇവരെ ശുദ്ധരാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തയും സൗമ്യതയും ആത്മസംയമനവും ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസർക്ക് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരനിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അരുളി ചെയ്ത മിശിഹായേ, നിന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുകയും ഞങ്ങൾക്ക് വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും നിന്റെ മുഖം ദർശിക്കുവാനുള്ള പ്രകാശം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെ അപ്പമായ മിശിഹായേ, നിന്നിലുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും മറ്റു വൈദികരെയും ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെയും നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയ എല്ലാവരെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ വിജയത്തിനായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ 14 മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ മെത്രാപ്പോലിത്തായെയും മെത്രാപ്പോലിത്തൻ വികാരി മാർ ജോസഫ് മെത്രാപ്പോലിത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അങ്ങയുടെ ആരാധനായ ത്രിത്വത്തെ കൂടുതൽ ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Dios
സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലനെയും നാഥനായ ദൈവം നിങ്ങളുടെ വിശ്വസിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്നതിനെ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ യോഗ്യരാക്കി അന്ന് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോടെ അപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ ഞങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അണ്ടവകളും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ അപേക്ഷിക്കുകയും ചെയ്യാം. ഞങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും വയോജനവുമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാസം വഴി സമാധാന സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സർവ്വത്തിലേക്ക് എത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളെ
മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും മകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. അവസാന നാഥന്റെ വചസ്സുകൾ ഓർക്കുന്നുവോ? അവസാന വീഴുന്നിൽ നാഥന്റെ വചസ്സുകൾ ഓർക്കുന്നുവോ? പരസ്പരം നിങ്ങൾ സ്നേഹിക്കുവിൻ, പാദം കഴുകി സ്നേഹിക്കുവിൻ. പരസ്പരം നിങ്ങൾ സ്നേഹിക്കുവിൻ, പാദം കഴുകി സ്നേഹിക്കുവിൻ, പാദം കഴുകി സ്നേഹിക്കുവിൻ. മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. എൻ ശരീരം നിങ്ങൾ ഭക്ഷിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ നമ്മെ അനുഗ്രഹിക്കുകയും നിത്യജീവിതത്തിലേക്ക് നമ്മെ അയക്കുകയും ചെയ്തു. ആദ്യമായി സ്വീകരിച്ച നിങ്ങളെ അവിടുന്ന് തന്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ലോകമേ
കഷ്ടാനുഭവമേ, നല്ല ഈശോ, അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ അങ്ങയിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണനേരത്ത് അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യവും അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തുതാക്കിയിടണമേ. ക്രിസ്തുവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടേതല്ലാതെ ക്രിസ്തുവിന് ലോകത്തിൽ മറ്റു ശരീരമില്ല. നമ്മുടെ ശരീരത്തെ അവിടത്തേക്ക് സമർപ്പിക്കാം. സ്നേഹപൂർവ്വം മറ്റുള്ളവരെ പരിചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കരങ്ങളില്ല. നമ്മുടെ കരങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കാം. നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക്
കാലുകളില്ല. നമ്മുടെ കാലുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. കരുണാപൂർവ്വം ജനങ്ങളെ കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല. നമ്മുടെ കണ്ണുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. ആശ്വാസവചനങ്ങൾ ഉച്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളില്ല. നമ്മുടെ നാവുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. എന്റെ നാഥേ, അങ്ങയുടെ പ്രത്യേക സ്നേഹത്തിനും ഭാഗ്യപ്പെട്ട സംരക്ഷണത്തിനും കാരുണ്യമുള്ള കടാക്ഷത്തിനുമായി ഉറക്കത്തിൽ എന്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എന്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും എന്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധവും യോഗ്യതകളും വഴി എന്റെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേ കാഴ്ചവെക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയമുള്ളവരുടെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എന്റെ പ്രത്യാശകളും വിശ്വാസങ്ങളും എന്റെ പരീക്ഷകളും ദുരിതങ്ങളും എന്റെ സ്നേഹവും ആഗ്രഹങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. Generations falling down in worship to sing the song of ages to the Lamb. And all who've gone before us and all who will believe will sing the song of ages to the Lamb. Your name is the highest, your name is the greatest, your name stands above them all. All thrones and dominions, all powers and positions, your name stands above them all. And the angels cry, holy, all creation cries, holy, you are lifted high, holy, holy forever. If you've been forgiven, and if you've been redeemed, sing the song forever to the Lamb. If you walk in freedom, if you bear His name, sing the song forever to the Lamb. We'll sing the song forever and amen. And the angels cry, holy, all creation cries, holy, you are lifted high, holy, holy forever.
ബഹുമാനപ്പെട്ട വൈദികർക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായി ഇടവക വികാരി സേവ്യർ അച്ഛനോടും കൊച്ചച്ഛൻ അച്ഛനോടുമുള്ള കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ് ആദ്യ കുമ്പസാരത്തിലൂടെ ഞങ്ങളുടെ കുഞ്ഞു കൃത്യങ്ങൾ ഒരുക്കാനും തൈലാഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സ്വീകരിക്കുവാനും ഞങ്ങളുടെ ഈ ദിവസം മനോഹരമാക്കാൻ നിങ്ങൾ ചെയ്ത എല്ലാ സജ്ജീകരണങ്ങൾക്കും സഹായത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ശരിയായ നിർദ്ദേശങ്ങൾ നൽകി ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ആദ്യ കുർബാനയ്ക്കായി ഞങ്ങളുടെ കുഞ്ഞു കൃത്യങ്ങളെ ഒരുക്കിയതിന് സിസ്റ്റർ റോസിറ്റയ്ക്കും സിസ്റ്റർ ഈജയ്ക്കും ഞങ്ങളുടെ ഹൃദയം നിന്ന് നന്ദി അറിയിക്കുന്നു. ഈശോയെ സ്വീകരിക്കാൻ ഞങ്ങളെ മനോഹരമായി ഒരുക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളുടെ പരിശീലന നാളുകളിൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാൻ സഹായിക്കുകയും ആവശ്യമായി മറ്റ് എല്ലാ ഒരുക്കങ്ങളും നടത്തി തന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഈ ചടങ്ങ് മനോഹരമാക്കാൻ വേണ്ട എല്ലാം ചെയ്തു തന്ന കപ്പ്യാർ ജോസിയേട്ടനും കൈക്കാരന്മാർക്കും ഗായിക സംഘത്തിനും അൾത്താര ശുശ്രൂഷകൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇടവക അംഗങ്ങൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഈശോയെ സ്വീകരിച്ച് ഞങ്ങൾ ലോകത്തിന് വെളിച്ചമായി ജീവിക്കുമെന്നും നല്ല മക്കളായി വളരുമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ഞങ്ങൾക്കായി എന്നും ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാവർക്കും നന്ദി. ജയ് ക്രൈസ്റ്റ്. You, Lord, for your mercy never fails me. All my days I've been held in your hands. From the moment that I wake up till I lay my head, I will sing of the goodness of God. 'Cause all my life you have been faithful, and all my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. I love your voice. You have led me through the fire in the darkest nights. You are close like no other. I've known you as a father. I've known you as a friend. Goodness of God, yeah. 'Cause all my life you have been faithful, and all my life you have been so, so good. With every breath that I am able, I will sing of the goodness of God, yeah. You're good.
All my life you have been so good. With every breath that I am able, I'm gonna sing of the goodness of God. I'm gonna sing, I'm gonna sing, 'cause all my life you have been faithful. 'Cause all my life you have been so good, yeah. With every breath that I am able, I will sing of the goodness of God. I'm gonna sing of the goodness of God. A thousand generations fallen down in worship to sing the song of ages to the Lamb. All the gone before us, all that will believe, to sing the song of ages to the Lamb. Your name is the highest, your name is the greatest, your name stands above them all. All thrones and dominions, all powers and positions, your name stands above them all. And the angels cry, holy, all creation cries, holy, you are lifted high, holy, holy forever. If you've been forgiven, if you've been redeemed, sing the song forever to the Lamb. If you